ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് എല്ലാവരുടെയും പെരുന്നാൾ വിശേഷങ്ങൾ? എല്ലാവരും ഉഷാറായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ചില്ലേ? അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അബുദാബി കോർണിഷിൽ വെടിക്കെട്ടുണ്ട്. അപ്പോൾ അത് വെടിക്കെട്ട് കാണാൻ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ അബുദാബി കോർണിഷിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫാമിലി ബീച്ചിലോട്ടാണ് പോയത്. അവിടെ പോയിരുന്ന ഒന്നുകൂടി നമുക്ക് അടുത്ത് കാണാം എന്നുള്ളതുകൊണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. ഒരാൾക്ക് 10 ദിർഹംസാണ്. കുട്ടികൾക്ക് 5 വയസ്സോ 3 വയസ്സോ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇല്ല. അതിന് മേലെയുള്ളവർക്ക് 5 ദിർഹംസോ 7 ദിർഹംസോ എന്തോ ആണ്. അങ്ങനെ അത് കൊടുത്ത് ഞങ്ങളിതാ ഇവിടെ കസാരയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇരുന്നപ്പോൾ കുര്യപ്പനും മേണസ്റ്റും പിന്നെ അടങ്ങിയിരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരവിടെ പണി തുടങ്ങി. അവർ മണ്ണിൽ മാന്തി കളിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും കുര്യനും ഏണസ്റ്റും അവിടെ ഇങ്ങനെ മണ്ണ് മാന്തി നടക്കുകയാണ്. അപ്പം ഞങ്ങൾക്കൊരു സംശയം, ഇനി 9 മണിക്ക് തന്നെ വെടിക്കെട്ട് ഉണ്ടാവില്ലേ എന്നുള്ളൊരു സംശയം, ചെറിയൊരു സംശയം ഉടലെടുത്തു. എന്നാലും ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ 9 മണിക്ക് തന്നെയാണ് വെടിക്കെട്ടുള്ളത്. അപ്പോൾ രാത്രി വ്യൂ ആണ്, അപ്പം അധികം ചിലപ്പോൾ ക്ലിയർ കുറവുണ്ടായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി പേര് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെ രണ്ടുപേരെയും അടക്കി പിടിച്ചിരുത്തിയ നേരത്ത് തന്നെ കറക്റ്റ് 9 മണിക്ക് പൊട്ടി തുടങ്ങി.
മിനിറ്റ് ആയില്ല, 2 മിനിറ്റ്. 5 മിനിറ്റിന് 2 മിനിറ്റുള്ളപ്പോൾ പൊട്ടി. ഇനി പൊട്ടൊന്നുമില്ല, കഴിഞ്ഞ്. അങ്ങനെ അതിഗംഭീരമായ വെടിക്കെട്ടാണ് കേട്ടോ കണ്ടത്. എന്തായാലും നന്നായിട്ടുണ്ട്. 5 മിനിറ്റിന് 2 മിനിറ്റ് കുറവ്, അത്രയേ ഉള്ളൂ. അത്രയും നേരം നല്ല ഭംഗിയിൽ ഏറ്റവും അടുത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഈ ഭാഗത്തോട്ട് നമ്മളധികം വരാറില്ല. നമ്മൾ ന്യൂ ഇയറിൻ്റെ ആയാലും നാഷണൽ ഡേയുടെ ആയാലും നമ്മളൊന്നും ഈ ഭാഗത്തേക്ക്, നാഷണൽ ഡേയിലും ന്യൂ ഇയറിൻ്റെ ഒന്നും ഈ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. അത്രയും നല്ല തിരക്കുണ്ടായിരിക്കട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റാറില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ് കാണാറ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വളരെ അടുത്ത് നിന്നിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം അങ്ങനെ വെടിക്കെട്ടൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ദാ ഇവർ ഇവിടെ വീണ്ടും കുറച്ച് നേരം കൂടി കളിക്കാനുള്ള പരിപാടിയിൽ ഇവർക്ക് കുറച്ച് നേരം കൂടി ടൈം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കയ്യും കാലമൊക്കെ കഴുകി ഞങ്ങൾ കോർണിഷ് റോഡിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒരു വാക്കിങ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, റോഡിൽ ഭയങ്കര തിരക്കാണ്. എല്ലാ ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങിയ സമയമാണ്. പിന്നെ നല്ല നടക്കാൻ പറ്റിയൊരു ടൈമാണ്. വലിയ ചൂടുമില്ല, എന്നാൽ വലിയ തണുപ്പില്ല, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരു സമയമാണ്. ക്ലൈമറ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അവിടേക്കുള്ള സിഗ്നലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ എൻ്റെ പേപ്പൻ്റെ മോനും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ ആംഗ്ലയുണ്ട്, ആംഗ്ലയും വൈഫും കൊച്ചുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ ചെറിയ രീതിയിൽ പെരുന്നാളൊക്കെ ആഘോഷിച്ചു. നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ, പിന്നെ കാണാം.